പ്രിയമുള്ളവരെ, നമ്മുടെ ജസ്റ്റിസ് PR കൃഷ്ണയ്യർ പുരസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ തവണയും നമ്മൾ നടത്തുന്ന ജസ്റ്റിസ് PR കൃഷ്ണയ്യരുടെ ഓർമ്മ പുതുക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങൾ ആവർത്തിച്ച് പുതിയ അഭിഭാഷകർക്കും നിയമ വിദ്യാർത്ഥികളോട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പുരസ്കാര ഘടകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റുകളെ കുറിച്ചുള്ള ഒരു വിഷയാവതരണ മത്സരം നമ്മൾ നടത്തുന്നത് പതിവാണ്, സെമിനാർ സംഘടിപ്പിക്കുന്നത് പതിവാണ്. ഇന്ന് നമ്മൾ മാധ്യമധർമ്മത്തെക്കുറിച്ചുള്ള, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് PR കൃഷ്ണയ്യരുടെ ജഡ്ജ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അവാർഡ് സമ്മാനിക്കുന്ന ശ്രീ വെങ്കടേഷ് നാരായണന്, വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിന്റെ പത്രപ്രവർത്തനാണ്, മാധ്യമപ്രവർത്തനാണ്. അപ്പോൾ അതും കൂടി കാരണമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് PR കൃഷ്ണയ്യർ ഓൺ ആട്ടോണമി ഓഫ് പ്രസ് എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയം. നമ്മൾ അതിനോടൊപ്പം തന്നെ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് ആദരണീയനായ ബഹുമാനപ്പെട്ട നമ്മുടെ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ട്രസ്റ്റ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് നഗരേഷ് സാറാണ്. എന്ന് അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറലായി. ഇന്ന് അദ്ദേഹം കേരള ഹൈക്കോടതി ന്യായാധിപനാണ്. നമ്മുടെ ട്രസ്റ്റിന്റെ മിക്കവാറും ഫംഗ്ഷനിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. അദ്ദേഹം കൊളുത്തിവിട്ട ആ ദീപം വളരെ പ്രകാശമായിട്ട് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് നമ്മുടെ ട്രസ്റ്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ ചടങ്ങ് വളരെ മഹനീയമാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങൾ മരണപ്പെട്ടു പോയവരുണ്ട്, അവരെ സ്മരിക്കുന്നു. അവരുടെ സ്മരണയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ സഹോദര സ്ഥാപനമായ ദി സ്പെഷ്യൽ എല്ലാവർക്കും അതേവരും കൂടെ പഠിച്ച് PhD ഒക്കെ നേടിയ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രശസ്തരായ നമ്മളൊരു പാരിതോഷികം നൽകുന്നതാണ്. കൃത്യം 4:15-4:30 നമ്മൾ ഈ ആദ്യത്തെ ഫംഗ്ഷൻ അവസാനിക്കും. കൃത്യം 5 മണിക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി വരും. അവാർഡ്ദാന ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ നമുക്ക് തുടങ്ങാൻ സമയമായി. വിശിഷ്ട അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. ആരംഭിക്കാം. പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ പറഞ്ഞു. നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. CM വരുന്ന സമയത്തുള്ള ചടങ്ങിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയവും കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. Most prodigious, most prestigious, most prominent, most distinguished stalwarts of honor and glory on the days, most dignified stalwarts of jurisprudence who are going to make paper presentation,
most valuable attendees of this celebrated function. A pleasant, colorful, delightful good afternoon to all of you. We are gathered here in connection with the Justice V.R. Krishna Award 23-24. We are going to make it a monumental function. While appreciating your presence, we expect a tranquilizing atmosphere to make it a grand success. Not wasting the time, let us move on to the protocol. Let's make invocation to God Almighty, pray, and in Fatima Israel. Ananda Padmanabham Asraye Parimalamgamada Tilakam Bhasuram Harikeshavihidam Anandarupam Ananda Padmanabham Asraye Adimadhyandarahitam Akhilaphaladayakam Srinayakam Ananda Padmanabham Asraye. Chairman, Legal Aid Committee, the Law Trust. Sir, will you come in? ഈ സെഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാർ, ഇന്നത്തെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന കേരള ഹൈക്കോടതിയിലെ ആദരണീയനായ ജസ്റ്റിസ് നഗരീഷ് സാർ, ആശംസകൾ അർപ്പിക്കുന്ന അഡീഷണൽ കമ്മീഷണർ GST ഡോക്ടർ എ സാർ, അഡ്വക്കേറ്റ് ജോസഫൻ ജോൺ സാർ, മോഡറേറ്റർ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, ഇന്നത്തെ ആദരണീയനായ വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും ലോ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ സന്തോഷ് സാർ, ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ചേർന്നിട്ടുള്ള നിയമ വിദ്യാർത്ഥികളെ, പ്രിയമുള്ള അഭിഭാഷകരെ, സുഹൃത്തുക്കളെ, ജസ്റ്റിസ് V.R. കൃഷ്ണയ്യർ ഓട്ടോണമി പ്രസ് അഥവാ വാർത്താ മാധ്യമങ്ങളുടെ സ്വയംഭരണത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് V.R. കൃഷ്ണയ്യർ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. V.R. കൃഷ്ണയ്യർ ഇന്ത്യൻ നീതിന്യായ രംഗത്തെ പ്രധാന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ജനാധിപത്യവും മാധ്യമങ്ങളുടെ പങ്കും സംബന്ധിച്ച് തൻ്റെ വിമർശനാത്മകമായ ദർശനങ്ങൾക്ക് പ്രസിദ്ധനായിരുന്നു. ജനാധിപത്യത്തിനാവശ്യമായ കാവൽക്കാരൻ്റെ ഒരു പക്കവടി പോലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങളുടെ സ്വതന്ത്രതയെക്കുറിച്ചുള്ള കൃഷ്ണന്റെ വിശ്വാസം ഒരു സജീവ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനായുള്ള അത്യാവശ്യ ഘടകം എന്ന നിലയിലാണ്. പൊതുജനങ്ങൾക്ക് അപ്പോൾ വിവരം നൽകാനും സർക്കാരിനെ ഉത്തരവാദപ്പെട്ടവരാക്കാനും സ്വതന്ത്രമായ വിവരങ്ങളുടെ ഒഴുക്ക് ഉറപ്പാക്കാനുമുള്ള ഒരു ഉപകരണമാണ് മാധ്യമമെന്നും അദ്ദേഹം കരുതി. എന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ വിധേയമായ മാധ്യമ പ്രവർത്തനം അപകടകരമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾ വെറും വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുകൂല വസ്തുവല്ല, പകരം അത് പൊതുസംഭാഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ സജീവ പങ്കാളിയാണെന്നും കൃഷ്ണയ്യർ അഭിപ്രായപ്പെട്ടു. അഴിമതി, അനീതി, ഭരണകൂട ക്രൂരതകൾ പൊതുജനങ്ങളെ അറിയിക്കേണ്ട കടമ ഒരു സ്വതന്ത്ര മാധ്യമത്തിനുണ്ട്. അത് ഇന്ന് എത്ര മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമപ്രവർത്തകരും നിർവഹിക്കുന്നു എന്നത് സംശയമാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായി സജ്ജമാക്കാൻ സ്വതന്ത്ര മാധ്യമധർമ്മം പുരണം എന്ന് കൃഷ്ണയ്യർ വിശ്വസിച്ചു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പോലെ ചങ്കുറ്റത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന പോരാളികളുടെ നാടായി നമ്മുടെ രാജ്യം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സെമിനാറിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ആദരണീയനായ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാർ, നിയമ വിദ്യാർത്ഥികളുടെ എന്ത് സംശയങ്ങൾക്കും അദ്ദേഹത്തെ സമീപിക്കാം.
ഏത് കടുകെട്ടി നിയമവും മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു നിയമ പുസ്തകമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാനായ ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷ് സാർ നമ്മുടെ ലോ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൃദയം കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജനോപകാരപ്രദമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച് സമൂഹ മനസാക്ഷിയോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. സാധാരണക്കാർക്ക് നീതി വേഗത്തിൽ നടപ്പിലാക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ 10 ലക്ഷം പൗരന്മാർക്ക് 50 ജഡ്ജിമാരുള്ളപ്പോൾ ഇന്ത്യയിൽ അതിന്റെ തോത് 10 ലക്ഷം പൗരന്മാർക്ക് 12 പേരാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുഖമായ സംവിധാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്നതടക്കമുള്ള നിരവധി വിഖ്യാത അഭിപ്രായങ്ങളും വിധിന്യായങ്ങളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ഇതിലേറ്റവും മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയം എന്ന നിലയിൽ ശ്രദ്ധയിലെത്തുന്നത് പുനർവിവാഹത്തിന്റെ പേരിൽ വിധവകൾ നേരിടുന്ന മാനസിക തടസ്സങ്ങൾ കോടതി പരിഗണിക്കണം എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. പുനർവിവാഹിതയായ വിധവ തന്റെ മുൻ ഭർത്താവിന്റെ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിജയിക്കുന്നത് പഴയകാല കഥയായി മാറുകയാണെന്നും ഭർത്താവിന്റെ മരണത്തിൽ വിധവയുടെ ആശ്രിതത്വത്തിനുള്ള നഷ്ടപരിഹാരം അവളുടെ പുനർവിവാഹം ഒരു നിർണായക ഘടകമായിരിക്കില്ല, വിധവ പുനർവിവാഹം ചെയ്തുകൊണ്ടോ സ്വയം ആശ്രയിക്കുന്നത് കൊണ്ടോ മാത്രം ആശ്രിതത്വം ഇല്ലാതാകുന്നില്ലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് ഒരുപാട് വിധവകളായ സഹോദരിമാരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഊട്ടിയുറപ്പിക്കുന്ന വിധി പ്രസ്താവന ആയിരിക്കുന്നു. ഇത്തരം മനുഷ്യത്വപരമായ വിധിന്യായങ്ങളിലൂടെ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ ശ്രദ്ധേയനായ മഹത് വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. ജസ്റ്റിസ് നഗരേഷ് സാറിനെ ഏറെ ആദരവോടുകൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിശിഷ്ട അതിഥിയായി ചേർന്ന DSDO അഡീഷണൽ സെക്രട്ടറി കമ്മീഷണർ ഷറഫ് നമ്മുടെ ലോ ട്രസ്റ്റിന്റെ ഒരു അഭ്യുദയ കമ്മീഷനുമാണ്. പ്രിയപ്പെട്ട ഷറഫിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സെഷനിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കിഡ്സിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ B രാജേന്ദ്രൻ സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ സാർ ഈ യോഗത്തിൽ എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ സെമിനാറിൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ മോഡറേറ്റർ ആയിട്ടുള്ള ലോ ട്രസ്റ്റ് കമ്മിറ്റി സെമിനാർ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് D ജയകൃഷ്ണനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ പേപ്പർ പ്രസന്റേഷൻ നടത്തുന്ന നിയമ വിദ്യാർത്ഥികൾ, അഭിഭാഷകർ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പേപ്പർ പ്രസന്റേഷൻ ജഡ്ജി എന്ന സെൻസർ ബോർഡ് മെമ്പർ അനിത കാരോൾ മേഡത്തിനെ ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന രാജപ്പൻ സാറിനെ ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോ അക്കാഡമിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി സരസ്വതി മേഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരോടും ഈ സെക്ഷനിലേക്ക് ഇന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന വെങ്കടേഷ് സാറിനെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ സെക്ഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. NK ജയകുമാർ സാർ ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാറിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. Now the inaugural address by the icon, the image, the token, the embodiment of justice, righteousness, equity, moral ethics. Honorable Mr. Justice Nagresh, Your Lordship, may we invite you to come and inaugurate this and light the tradition lamp.
ആദരണീയനായ യോഗാധ്യക്ഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ, സ്പെഷ്യൽ അഡ്രസ്സിനായിട്ട് എത്തിയിട്ടുള്ള GST അഡീഷണൽ കമ്മീഷണർ ഡോക്ടർ ശരഫ്, ഇവിടെ എത്താൻ പോകുന്ന മുൻ ബാർ കൗൺസിൽ ചെയർമാൻ ശ്രീ ജോസഫ് ജോൺ, ശ്രീ ജയകൃഷ്ണൻ, ശ്രീ അജിത്, ശ്രീ രാജേന്ദ്രൻ, ശ്രീ വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്നവരെ, അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിയമവിദ്യാർത്ഥികളെ, ലോ ട്രസ്റ്റ് എല്ലാ വർഷവും കൊടുക്കുന്ന കൃഷ്ണയ്യർ പുരസ്കാരം, ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം ഭാരതത്തിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള വ്യക്തികൾക്കാണ് കൊടുത്തു വരുന്നത്. ആ ഒരു ശുഭ അവസരത്തിൽ ഈ വർഷത്തെ അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു പക്ഷേ ഒരു പ്രശസ്ത പത്രപ്രവർത്തകന് ഇത്തവണ അവാർഡ് കൊടുക്കുന്നത് കൊണ്ടാവാം ഇത്തവണത്തെ വിഷയം, സെമിനാറിൻ്റെ വിഷയം ഓട്ടോണമി ഓഫ് പ്രസ് അല്ലെങ്കിൽ ജേർണലിസ്റ്റ്, ഓട്ടോണമി ഓഫ് പ്രസ് എന്ന് വെച്ചതെന്ന് തോന്നുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പത്രപ്രവർത്തകരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷേ പത്രപ്രവർത്തകർ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഉള്ളതിൽ കൂടുതൽ നിയമവിദ്യാർത്ഥികളും നിയമജ്ഞന്മാരും ഒക്കെ ആയിരിക്കും. പത്ര മേഖലയെ നമ്മൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മളുടെ ഭരണഘടനാ ദത്തമായ ജനാധിപത്യ ഭാരതത്തെ താങ്ങി നിർത്തുന്ന, ഭരണഘടനയിൽ പറയുന്ന 3 തൂണുകളുണ്ട്. ആ തൂണുകൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നാണ്. ഇതാണ് 3 എസ്റ്റേറ്റുകൾ. പക്ഷേ ഈ 3 തൂണുകൾ കൊണ്ടൊരു ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താൻ സാധിക്കില്ല. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനയ്ക്കകത്ത് മാധ്യമങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭരണഘടന നമ്മുടെ സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ, ജനാധിപത്യ റിപ്പബ്ലിക്കിനെ താങ്ങി നിർത്തുന്ന, ജനാധിപത്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. മാധ്യമവും മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. അത് പറയാതെ നമുക്കറിയാം. അതുകൊണ്ടാണ് അതിനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഭാരതത്തിന്റെ ജനാധിപത്യ ക്രമം 47 മുതൽ ഈ 2024 എത്തി നിൽക്കുന്ന ഭരണക്രമം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 3 നെടും തൂണുകൾ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഈ 3 വിഭാഗങ്ങളും അവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ഒരു പക്ഷേ പരിഹസിക്കും, MLA-മാരൊന്നും ചെയ്യുന്നില്ല, എക്സിക്യൂട്ടീവ് മുഴുവൻ അഴിമതിയാണ്, ജുഡീഷ്യറി പോരാ, കേസുകൾ നീണ്ടുപോകുന്നു എന്നൊക്കെ നമ്മൾ പറയും, കുറവുകൾ ഉണ്ടാവാം. പക്ഷേ ഈ 3 സംവിധാനങ്ങളും 3 സെക്ടറുകളും കൃത്യമായി ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളിൽ വരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെ ശരിയായ സമാധാനമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന നടപടികൾ, അത് ക്രമസമാധാനം നിലനിർത്തുന്നതായാലും ശരി, വികസന പ്രവർത്തനങ്ങളായാലും ശരി, റോഡ് പണിയുന്നതായാലും ശരി, പാലം പണിയുന്നതായാലും ശരി, ഇത് എല്ലാ കാലഘട്ടത്തിലും മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ അഴിമതിയൊക്കെ കാണുമായിരിക്കും, അതൊന്നും വലിയ പ്രശ്നം, നീണ്ടും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും ഈ പറയുന്ന ജഡ്ജിമാരുടെയും കോടതിമാരുടെയും എണ്ണം ഇവിടെ സ്വാഗത പ്രശ്നത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മുടെ വലിയ പോപ്പുലേഷന് ആനുപാതികമായിട്ടുള്ള കോടതികളും ജഡ്ജിമാരും ഇല്ലെങ്കിൽ പോലും ഒരു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജുഡീഷ്യറിയും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ 4ാമത്തെ നെടുന്തൂണായിട്ടുള്ള
മാധ്യമം ആ തരത്തിൽ സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ ക്രമം അവരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ക്രമത്തിൽ ശരിയായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ആ തരത്തിൽ പോകാൻ ഈ ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം, അവരുടെ ഏറ്റവും വലിയ ധർമ്മം ജനാധിപത്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. ജനാധിപത്യത്തെ നിലനിർത്തുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമായിരിക്കണം നടത്തേണ്ടത്. പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജനാധിപത്യ ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു സാധാരണക്കാരൻ എന്നുള്ളതിൽ നമുക്കറിയാം. അപ്പൊ ഈ ബോധവൽക്കരണം, ഈ മാധ്യമങ്ങളുടെ ബോധവൽക്കരണം, മാധ്യമങ്ങളുടെ റോൾ എന്താണ് ജനാധിപത്യത്തിൽ എന്നുള്ളതിന്റെ ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും മാധ്യമരംഗത്ത് വരുന്നവര് മാധ്യമങ്ങളെ സംബന്ധിച്ച ഒരു പഠനം നടത്തിയിട്ടോ ജേർണലിസം കോഴ്സ് നടത്തിയിട്ടോ അല്ല വരുന്നത്. അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് വരുന്നവരാണ്. അവർക്കുള്ള ഒരു ദിശാബോധം നൽകാനുള്ള ഒരു സംവിധാനം അത് പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ടതല്ല, മാധ്യമങ്ങൾ സെൽഫ് റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്. അത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒന്നോ രണ്ടോ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ചെറിയ 1-2 ഉദാഹരണങ്ങൾ. ഞാൻ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വക്കീലാണ്. അതിനുശേഷം അവിടെ ജഡ്ജായി. അപ്പോൾ എൻ്റെ അനുഭവങ്ങളെല്ലാം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ഒരു കേസ് ഒരു കോടതിയിൽ വന്നു. അപ്പൊ ഞാൻ ഈ പത്രക്കാരുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് വക്കീലായിരിക്കുമ്പോൾ മുതൽ. ഞാൻ അവിടെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ആയിരുന്ന കാലത്ത് പത്രക്കാരൊക്കെ എൻ്റെ ഓഫീസിൽ വരും ചില ന്യൂസുകളൊക്കെ കിട്ടാൻ, അഫിഡവിറ്റ് ഒക്കെ കിട്ടാൻ. അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതില് ഒരു യുവ പത്രക്കാരൻ, അയാളൊന്ന് കോടതിയിൽ റിപ്പോർട്ടിങ്ങിന് പോയി. അപ്പോൾ ഒരു കോടതിയിൽ ഒരു ഡിവിഷൻ ബെഞ്ചിൽ ഒരു കേസ് നടക്കുകയാണ്. അത് യാക്കോബൈറ്റ് കക്ഷികളുടെ തർക്കമാണ് ആ കേസിന്റെ വിഷയം. അപ്പോൾ ഈ ഇരുന്ന ഡിവിഷൻ ബെഞ്ചിലെ ഒരു ജഡ്ജി, ജൂനിയർ ജഡ്ജി, അദ്ദേഹം ഈ കേസ് കേട്ടോണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു വിഭാഗത്തിലെ അച്ഛന്മാര് വിഭാഗത്തിലെ അച്ഛന്മാരെ പ്രതിയാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണം എന്നുള്ളതാണ് കേസ്. ഫാദേഴ്സാണ് രണ്ടുപേരും, അച്ഛന്മാരാണ്. അപ്പൊ ഈ കേസ് കേട്ടുകൊണ്ടിരുന്നപ്പോ ഇതിലെ ജൂനിയർ ജഡ്ജി, അദ്ദേഹം ഒരു സത്യക്രിസ്ത്യാനിയാണ്, അദ്ദേഹത്തിന് ഈ കേസേ അങ്ങ് രുചിച്ചില്ല. കുറെ നേരം അദ്ദേഹം കൺട്രോൾ ചെയ്തു. അവസാനം ആ ജഡ്ജി പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹേയ് മിസ്റ്റർ, നിങ്ങളൊക്കെ ക്രിസ്തു പറഞ്ഞ വഴിക്ക് നടക്കുന്ന അച്ഛന്മാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ തെരുവിൽ കിടന്ന് യുദ്ധമുണ്ടാക്കുമോ? നിങ്ങളുടെ ഒന്നും പള്ളിയിൽ ക്രിസ്തു ഇല്ല എന്ന് ക്ഷുഭിതനായിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടതും അന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന ഒരു ജൂനിയർ പത്രപ്രവർത്തകൻ ഓടി എന്റെ ചേംബറിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ നാളത്തേക്ക് ഒരു അടിപൊളി തലക്കെട്ട് കിട്ടിയിട്ടുണ്ടെന്നോ, ഹെഡ്ലൈൻസ്. ഞാൻ ചോദിച്ചു, എന്താ അത്? യാക്കോബായ പള്ളികളിൽ ക്രിസ്തുവില്ല, ഹൈക്കോടതി. അപ്പോ ഇതാണ് അല്ലെ, അത് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. തമാശ പറഞ്ഞതല്ലേ, വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഹൈക്കോടതി പറഞ്ഞതല്ലേ, ശരിയല്ലേ? ജഡ്ജി അവിടെ ബെഞ്ചിലിരുന്ന് പറഞ്ഞതാണ്. അപ്പോ അത്തരം ന്യൂസുകൾ സെൻസിറ്റൈസ് ചെയ്ത് വാർത്താ പ്രാധാന്യം നേടുന്ന വാർത്തകൾ കൊടുക്കുമ്പോൾ അത് കൊടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കുക. അതിന്റെ ശരി തന്നെ. പത്രത്തിലൊരു കുഴപ്പമുണ്ട്. പത്രത്തിലൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് സമൂഹം അങ്ങനെ വായിച്ചങ്ങനെ വിശ്വസിക്കുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരും നോക്കാറില്ല. നമ്മളുടെ മനസ്സിലത് പതിയും. നമുക്ക് പിന്നെ അത് ശരിയോ തെറ്റോ എന്ന് നോക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കും. ഇത് ഒരു മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിലൊരു ഇംപ്രഷൻ വീഴും നമ്മളറിയാതെ. അത് ജനാധിപത്യത്തെ കുറിച്ച് അല്ലെങ്കിൽ കോടതികളെ കുറിച്ച് അല്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങളെ കുറിച്ച് അത്തരം മോശമായ ഇംപ്രഷനുകൾ സമൂഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നോ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പാടിപ്പുകഴ്ത്തണമെന്നോ മാധ്യമങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുക വിചാരിക്കരുത്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷനിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുമുള്ള സമൂഹത്തിന്റെ
വിശ്വാസം നിലനിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും തോറും നമ്മളുടെ ജനാധിപത്യത്തിന്റെ ശക്തിയും ജനങ്ങൾക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെടും. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, എന്ത് ശരി, അഴിമതിയാണ് റിപ്പോർട്ട് ചെയ്യണം. ഏതെങ്കിലും എക്സിക്യൂട്ടീവിലോ ജുഡീഷ്യറിയിലോ ലെജിസ്ലേച്ചറിലോ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം, വേണ്ടെന്നല്ല. പക്ഷെ അല്ലാത്ത സമയത്ത് സമൂഹത്തിൽ ജനാധിപത്യത്തോടും നമ്മുടെ സംവിധാനങ്ങളോടും വെറുപ്പുണ്ടാക്കുന്ന ഒരു വാർത്തകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷകരമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്നും പത്ര പ്രവർത്തനത്തെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലെ വലിയൊരു ധർമ്മമായിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. പത്രപ്രവർത്തനം എല്ലാ സമൂഹങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം പത്രങ്ങളുടെ പ്രവർത്തനം, പത്രപ്രവർത്തകരുടെ പ്രവർത്തനം എന്നെല്ലാം വിശ്വസിച്ചിരുന്നതാണ്. ആ തരത്തിൽ ജസ്റ്റിസ് കൃഷ്ണയ്യർ വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ ക്രമത്തിലും ജനാധിപത്യത്തിലെ പത്രക്കാരുടെ ധർമ്മത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി പത്രമേഖലയിൽ പത്ര സുഹൃത്തുക്കൾ തന്നെ ഒരു സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ലോ റിപ്പോർട്ടിങ്ങിലടക്കണം, ലീഗൽ ലോ കോർട്ട് റിപ്പോർട്ടിങ്ങിലടക്കം ഉള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഞാൻ കരുതുന്നു. ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ഇനി ഒരുപാട് പേപ്പറുകൾ പ്രസന്റേഷൻ ഉണ്ട് ഈ പ്രസംഗങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. Your Lordship, thank you very much for the rich and savory passage. ആദരണീയനായ സ്നേഹസമ്പന്നനായ ജസ്റ്റിസ് നഗരേഷ്, എൻ്റെ പ്രിയ സുഹൃത്തും നിയമസഭാ സെക്രട്ടറിയുമായ കൃഷ്ണകുമാർ അവരുടെ, രാജേന്ദ്ര സാർ അവരുടെ, എൻ്റെ പ്രിയ ശിഷ്യൻ നമ്മുടെ ഷറഫ്, അജി, ജയകൃഷ്ണൻ, നമ്മളെല്ലാം ഒരു കുടുംബക്കാരാണ് ചെയ്യുന്നത്. നമുക്കിന്നൊരു വലിയൊരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. 25-ാം തീയതി 26-ാം തീയതിയാണ് നമ്മൾ ഈ പുരസ്കാര ചടങ്ങ് സാധാരണ നടത്താറുള്ളത്. പിന്നെ CM-ന്റെ സൗകര്യമാണത് 25-ആണ്. വീണ്ടും CM-ന്റെ ഓഫീസിൽ നിന്നും അത് 23-ആണ്. ഈ 23-ന് ഒരു വലിയ പ്രത്യേകതയും നമുക്കൊരു വലിയ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് മാഡം. നമ്മുടെ മുഖ്യ അതിഥിയായ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്കത് ആഘോഷിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബഹുമാന്യനായ നഗരേഷ് സാറിന്റെ പ്രസൻസിൽ നമുക്കൊരു കേക്ക് മുറിക്കാം. കേക്കെല്ലാം കിട്ടാൻ സാധ്യതയില്ല. Many happy returns of the day. May the omnipotent God shower upon you all kinds of wisdom, power, vigor, vitality to carry on the responsibilities in the journey of life.
സാറിന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും പ്രസിദ്ധിയും ഉണ്ടാകട്ടെ. സാർ കേക്ക് താഴെ കുട്ടികൾക്ക് കൊച്ചുമക്കളൊക്കെ ഇത്ര നമുക്ക് മക്കളുണ്ട് എന്നിട്ട് പിന്നെ ബാക്കി Introductory address by Dr. M. Krishna Kumar, Honorable Secretary, Kerala Legislature Assembly. Sir. ഇന്നത്തെ ഈ വേദി ധന്യമാക്കുന്ന ഏറെ ആദരണീയനായ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് സാർ, ഇന്ന് നമുക്ക് ഈ വേദി സമ്മാനിച്ച ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം എല്ലാവരുടെയും പ്രിയ ഗുരുനാഥനായ അഡ്വക്കേറ്റ് സന്തോഷ് സാർ, ഈ പരിപാടിയിൽ സ്പെഷ്യൽ അഡ്രസ് നടത്താൻ എത്തിയിട്ടുള്ള കിഡ്സിൻ്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ എ സനഫ് സാർ, ഈ പ്രോഗ്രാമിൻ്റെ മോഡറേറ്റർ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ, മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഡോക്ടർ എ സനഫ് സാറ് നമ്മുടെ GST അഡീഷണൽ കമ്മീഷണറാണ്. ഞാൻ കിഡ്സിൻ്റെ പ്രിൻസിപ്പൽ എന്ന് വിശേഷിപ്പിച്ച് ഡോക്ടർ രാജേന്ദ്രൻ സാറിനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നെടുന്തൂണായ അഡ്വക്കേറ്റ് പ്രേം, അതുപോലെ തന്നെ സ്വാഗതം മരളിയ അഡ്വക്കേറ്റ് അജി, ഇന്നിവിടെ എത്തിയിട്ടുള്ള കേരള ലോ അക്കാഡമിയിലെ അധ്യാപിക ഡോക്ടർ ദക്ഷിണ സരസ്വതി, മറ്റുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, മീഡിയ പ്രവർത്തകരെ, അതിലുപരി ഇന്നിവിടെ ജന്മദിനം ആഘോഷിക്കപ്പെട്ട പുരസ്കാര ജേതാവ് കൂടിയായ വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ, ഇന്നത്തെ വിശേഷത അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം ഞാൻ പറയേണ്ടതില്ല. നേരത്തെ സന്തോഷ് സാർ സൂചിപ്പിച്ചു, നവംബർ 26 പ്ലാൻ ചെയ്തിരുന്ന പ്രോഗ്രാം പ്രീപോൺ ചെയ്ത് നമ്മളിപ്പോൾ 23-ാം തീയതി കൊണ്ടാടുകയാണ്. എന്താണ് ഈ നവംബർ 26 പ്രത്യേകത? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ട ദിവസമാണ്. എന്നാൽ 2 മാസം കഴിഞ്ഞ് ജനുവരി 26, അതോ 26, അന്നാണ് ഭരണഘടന നിലവിൽ വന്നത്. 1949 നവംബർ 26 അഡോപ്റ്റ് ചെയ്തു. 1950 ജനുവരി 26 അഡോപ്റ്റ് ചെയ്തു. എന്തായിരിക്കാം ഇങ്ങനെ ഒരു ഡിലേ വരാനുള്ള കാരണം? 2 മാസം കഴിഞ്ഞ് അത് ഏറ്റെടുക്കാനായിരിക്കും ഉള്ള കാരണം എന്തായിരിക്കും? അതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. 1930 ലാഹോർ സെഷനിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. എന്താണ് ആ സുപ്രധാനമായ തീരുമാനം എന്ന് പറഞ്ഞാൽ, ജനുവരി 26 എന്ന തീയതിയെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ നമുക്കറിയാം, ചരിത്രപരമായി നമുക്കറിയാം, ഓഗസ്റ്റ് 14-ാം തീയതി, അതൊരു ചരിത്രപരമായ നിയോഗമാണ്, അർദ്ധരാത്രി അല്ലെങ്കിൽ 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടി വന്നു. അപ്പോൾ ആ തീരുമാനത്തിന് പ്രാധാന്യമില്ലാതെ പോകരുത്, ലാഹോർ സെഷനിലെ ആ തീരുമാനത്തിന് പ്രാമുഖ്യം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കരുതി വെച്ചാണ് ഈ നവംബർ 26-ാം തീയതി അഡോപ്റ്റ് ചെയ്തിട്ട് കൂടി ആ ഭരണഘടന, നമ്മുടെ അടിസ്ഥാന നിയമമായ ഭരണഘടന ജനുവരി 26 മുതൽ നടപ്പിൽ വരുത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു. ഞാൻ വീണ്ടും നവംബർ 26-ലേക്ക് തിരിച്ചു വരികയാണ്. നവംബർ 26 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ സംസാരിച്ചുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളിൽ ചിലത് ഇവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം വൈവിധ്യമാർന്ന സംസ്കാരം, വിവിധങ്ങളായ ഭാഷ, ഇങ്ങനെയുള്ള ജനസമൂഹത്തെ ഒറ്റ ഇന്ത്യയായി കണ്ടുകൊണ്ട്
അവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ചില്ലറ കാര്യമല്ല. അത് സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണഘടനാ നിർമ്മാതാക്കളെ ശ്രേഷ്ഠരാക്കുന്നത്, വിശിഷ്ടരാക്കുന്നത്. അപ്പോൾ ഈ ദിനം അവർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ജനുവരി 26 എല്ലാ വർഷവും നവംബർ 26 എല്ലാ വർഷവും അഡോപ്റ്റ് ചെയ്ത ദിവസമായിട്ടും ജനുവരി 26 എല്ലാ വർഷവും കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിൻ്റെ ദിനമായിട്ടും ഇന്ത്യ റിപ്പബ്ലിക് ആയതായിട്ടും പ്രഖ്യാപിച്ച് നമ്മൾ അനുസ്മരിച്ചു പോകുന്നു. ഇന്ന് സായാഹ്നത്തിൽ നമ്മൾ ആദരിക്കുന്ന 2 വ്യക്തിത്വം, അവരെക്കുറിച്ച് ആ സെഷനിൽ കൂടുതൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാം. നമ്മളിവിടെ കൂടിയിരിക്കുന്നവർക്ക് ഈ 2 പ്രതിഭകളെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും വിശേഷിച്ചറിയാം. അത് സായാഹ്നത്തിൽ ആ വേദിയിൽ നമുക്ക് കൂടുതലായിട്ട് ആ വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ മറ്റൊരു വിഷയം, എന്തുകൊണ്ടാണ് നവംബർ 26 ജനുവരി 26 ഇത്രയും പ്രാധാന്യമേറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നവംബർ 26 മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ലോ ഡേ എന്നായിട്ടാണ് ആചരിക്കുന്നത്. ലോ ഡേ എന്തുകൊണ്ടാണ് അത് നിയമദിനമായതെന്നുള്ള ഒരു വിഷയം കൂടെ ചർച്ച ചെയ്തിട്ട് എൻ്റെ ഈ ചെറിയ സംഭാഷണം നിർത്താമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് ലോ ഡേ ആയതെന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1920 ഓസ്ട്രിയൻ ഭരണഘടനയുടെ ശില്പിയായ 1920 ഓസ്ട്രിയൻ ഭരണഘടന നിലവിൽ വരുന്നത്. അതിൻ്റെ ശില്പിയായ ഹാൻസ് കെൽസൺ അദ്ദേഹം പറയേണ്ടായി, ഏതൊരു നിയമത്തിൻ്റെയും അടിത്തറയായിട്ട് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഒരു ഗ്രണ്ട് നോം, ഏതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനമായി ഗ്രണ്ട് നോം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓൺ വേർഡ്സ് ആണ് ഉണ്ടാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നമുക്ക് നിയമങ്ങൾ 2 രീതിയിൽ വരും. പാർലമെന്റും നിയമസഭകളും പാസ്സാക്കുന്ന നിയമങ്ങൾ, അതുപോലെ തന്നെ കോടതി വിധികളിലൂടെ ഉണ്ടാകുന്ന നിയമങ്ങൾ. കോടതി വിധികളിലൂടെ നിയമങ്ങൾ ഉണ്ടാകും, നമ്മൾ കേസ് ലോസ് ആയിട്ട് വരും. ആ ജുഡീഷ്യൽ പ്രീസിഡൻസ്, പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആർട്ടിക്കിൾ 141 ലോ ലേഡ് ഡൗൺ ബൈ സുപ്രീം കോർട്ട് ഷാൽ ബി ഫൈനൽ ആൻഡ് ബൈൻഡിംഗ് ഓൺ ഓൾ കോർട്ട്സ് ത്രൂഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യ മുഴുവൻ അത് നിയമമാണ്. അപ്പോൾ കോടതി ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് വെറും ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലല്ല നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും എക്സിസ്റ്റിംഗ് ലോസ്, നിലവിലുള്ള നിയമങ്ങൾ, പാർലമെന്റ് പാസ്സാക്കുന്ന, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസ് ലോസ് ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടുകളാണ്. കോടതി വിധിയുടെ ആയാലും സ്റ്റാറ്റ്യൂട്ടാണ് അതിൻ്റെ അടിസ്ഥാനം. ആ സ്റ്റാറ്റ്യൂട്ട് എവിടെ നിന്ന് വരുന്നു? പാർലമെന്റിൽ നിന്ന് വരുന്നു. ആ പാർലമെന്റോ ഭരണഘടനയിൽ നിന്ന്. ഭരണഘടനയാണ് പറയുന്നത് ഇന്ത്യക്ക് ഒരു പാർലമെന്റ് ഉണ്ടാകണം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്രണ്ട് നോം, നമ്മുടെ ബേസിക് നോം, നമ്മുടെ ഫണ്ടമെന്റൽ നോം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നമ്മൾ ലോ ഡേയും കൂടെ ആയിട്ടാണ്. എങ്ങനെയാണ് ഭരണഘടനാ ദിനം നിയമദിനമായത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 clause 1 ഉം 2 ഉം നമുക്ക് പരിചിതമാണ്. 13(1) എന്താ പറയുന്നത്? All laws which were in force in India before the coming into force in the constitution shall be in consonance with part 3 of the constitution. അങ്ങനെ വിരുദ്ധമായാൽ അവ ഡോർമെന്റ് ആയിരിക്കും, ഗുപ്താവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 13 clause 2 പറയുന്നു, പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമാവുകയാണെങ്കിൽ അത് എത്രത്തോളം വൈരുദ്ധ്യമുണ്ടോ അത്രയും അത് ഇൻവാലിഡാണ്. എന്താണ് ഈ ലോ എന്ന് 13(3) പറയുന്നുണ്ട്. പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ, പിന്നെ ഓർഡിനൻസ് നിയമമാണ്, ബയല നിയമമാണ്, ഇങ്ങനെ റൂൾസ് നിയമമാണ്. ഇതൊക്കെ നിയമങ്ങളാണ്. ഈ നിയമങ്ങളെല്ലാം ഭരണഘടനാനുസൃതമായിരിക്കണം. നിയമങ്ങളുടെ എല്ലാം നിയമമാണ് ഭരണഘടന. അങ്ങനെ നിയമങ്ങളുടെ എല്ലാം നിയമമായ ഭരണഘടന, ആ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ദിനമായ നവംബർ 26 നമ്മൾ നിയമദിനവുമായിട്ടും കൂടെ ആചരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഭരണഘടനാ ദിനത്തിന് നിയമദിനമായി ആചരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ വേണ്ടി 2 വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സായാഹ്നത്തിൽ ഇനിയൊരു വേദിയുണ്ട്, അപ്പോൾ കൂടുതൽ സംസാരിക്കാം. ഇനി നമ്മുടെ പ്രഗത്ഭരായ പേപ്പർ പ്രസൻറ്റേഴ്സ് കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അവരുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. ശ്രദ്ധയോടെ
അവധാനതയോടെ എന്നെ കേട്ടിരുന്ന ഈ മാന്യ സദസ്സിൽ എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ സന്തോഷ് സാറിന് സ്നേഹത്തിൻ്റെ ഭാഷയും ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദി രേഖപ്പെടുത്തുന്നു. So thank you very much from the bottom of the heart for your introductory address. Now let us step into special address. Shri Sharaf, Additional Commissioner, State GST Department. പ്ലീസ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാർ, നമ്മുടെ ഈ ചടങ്ങ് മഹനീയമാക്കിയ ഉദ്ഘാടനം ചെയ്ത ഓണറബിൾ ജഡ്ജ് മിസ്റ്റർ ജസ്റ്റിസ് എൻ നഗരേഷ് സാർ, ഈ ചടങ്ങ് സ്വാഗതം പറഞ്ഞ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അജിത് എസ് അജിത്, എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് ജയകേഷൻ, പ്രിൻസിപ്പൽ കിഡ്സ് ഡോക്ടർ ബി രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, സഹപാഠികളെ, ആദ്യമായി നമ്മുടെ ഈ അവാർഡ് ചടങ്ങിൽ ശ്രീ ജസ്റ്റിസ് കൃഷ്ണയ്യർ ആ മഹത് വ്യക്തിയുടെ സ്മരണ ഓർക്കുന്ന ഈ ചടങ്ങിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം നൽകിയ ആ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രേം, അഡ്വക്കേറ്റ് ഷമി, അഡ്വക്കേറ്റ് ശിവലാൽ, എല്ലാത്തിനും പുറമേ നമ്മുടെ എല്ലാം പ്രത്യേകിച്ചും സ്വാർത്ഥത മനോഭാവമുള്ള എനിക്ക് എൻ്റെ ഗുരുനാഥൻ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സാർ, അവരോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മയും കടപ്പാടും അറിയിക്കുന്നു. ഡോക്ടർ ജയകിഷൻ കിഡ്സ്, അദ്ദേഹത്തിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഹൃദയത്തിൽ തട്ടിയ കാര്യങ്ങൾ പറയാതെ പോകാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഈ ആദരണീയ സദസ്സിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ കടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് ശൂന്യമാണ്. എവിടെ തുടങ്ങണം എന്നെനിക്കറിയില്ല. പറയാൻ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചടങ്ങിൻ്റെ എൻ്റെ ഡ്യൂട്ടീസ്, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റട്ടെ. ജസ്റ്റിസ് കൃഷ്ണയ്യരെ പറ്റി നമുക്ക് വ്യക്തമായി ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആധുനിക തത്വചിന്തയുടെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്ത് അദ്ദേഹം പുറപ്പെടുവിച്ച ഉത്തരവുകൾ, പ്രത്യേകിച്ച് 1973 മുതൽ 79 വരെ സുപ്രീം കോടതിയിലെ ന്യായാധിപനായിരുന്ന അദ്ദേഹം ജനങ്ങളുടെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ഓരോ പേപ്പറായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിയമശാസ്ത്രത്തിലല്ല, ജനവികാരങ്ങളിലാണ്, ജന അനുഭവങ്ങളുടെ പുസ്തകമാണ് എന്ന് അദ്ദേഹം അതിയായി വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിറവേറ്റുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി ആധികാരികമായി പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ പേപ്പറുകൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ
കർത്തവ്യം ഇവിടെ ചുരുക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയത്, കൈപിടിച്ചുയർത്തിയത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷ് സാറിനെ പറ്റി 1000-ൽ കൂടുതൽ വാക്കുകളോ ഇഷ്ടം പോലെ പറയാൻ കാണും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല. സ്പോർട്സ് കോട്ടയിൽ സെലക്ഷൻ ട്രയൽസിന് നിയമിതനായ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. സാറിനെ 94-95 ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് പേപ്പേഴ്സ് കിട്ടാനുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്ത് പ്രദീപും മരിച്ചുപോയ ബിന്ദുവൊക്കെ ആയിട്ട് സംസാരിച്ചു. അന്ന് സാറ് ഫിലോസഫിയിൽ ട്യൂഷൻ എടുക്കുകയായിരുന്നു. സാറിനെ സമീപിച്ച് ലോയിലേക്ക് ട്യൂഷൻ എടുക്കാൻ സാറ് സന്നദ്ധായി ഞങ്ങൾക്ക് പേപ്പർ എടുത്ത് തന്നു. പ്രത്യേകിച്ചും എന്നെ വീട്ടിലും തിയേറ്ററുകളിലും കൊണ്ടു നടന്ന് കൈപിടിച്ചുയർത്തി ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ പ്രാപ്തനാക്കിയ ഗുരുനാഥനാണ് സന്തോഷ് സാർ. ഇന്നും എപ്പോൾ ചെന്നാലും ആ വീട്ടിൽ ഒരംഗം പോലെ ഒരു പിടി ചോറ് എനിക്ക് തരും. ആ ചോറ് കഴിക്കുന്നത് അത് എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്ക് പറയുന്നതിന് വളരെ വ്യക്തതയുണ്ട്. ഞാൻ എന്തും വിളിച്ച് പറയുന്ന ഒരാളല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് 29 സംസ്ഥാനങ്ങളിലും 7 യൂണിയൻ ടെറിട്ടറിയിലും ഇന്ത്യയിൽ നടപ്പിലാക്കിയ GST എന്ന് പറയുന്ന ആ വ്യവസ്ഥയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റുന്ന വ്യക്തിയാണ് ഞാൻ. ആ ആക്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥൻ സന്തോഷ് സാറാണ്. ഒരു തമാശ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സ്പോർട്സ് കോട്ടയിലാണ് ഞാൻ നിയമിതനായിരുന്നത്. അതിന് ഇന്റർനാഷണൽ ക്വാളിഫൈഡ് അമ്പയർ ആവാൻ, ഒളിമ്പിക് ക്വാളിഫൈഡ് അമ്പയർ ആവാൻ ഈ ഉള്ളവന് ഒരവസരം കിട്ടി. കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എന്നെ സ്പോൺസർ ചെയ്ത് കിട്ടി 2001. റൂൾസും റെഗുലേഷൻസും ഉള്ള ബുക്സും കിട്ടി. അത് വായിച്ചു നോക്കി. ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. 2001 ആ പുസ്തകം കൊണ്ട് ഞാൻ ഓടി സന്തോഷ് സാറിനടുത്ത് പോയി. സാറ് വാങ്ങി വെച്ചിട്ട് പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഈ സൈക്ലിംഗ് എനിക്ക് പറ്റി എന്തും അറിയാം. ഞാൻ സാറിനടുത്ത് റിക്വസ്റ്റ് ചെയ്തു, സാർ ഒന്ന് വായിച്ചൊന്ന് ഇന്റർപ്രറ്റ് ചെയ്താൽ മതി. സാറ് വായിച്ച് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, ഏതൊരു നിയമത്തെയും അതിൻ്റെ റൂട്ട് കോസ് കാണാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കഴിവ് പറഞ്ഞാൽ തീരാത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ കൂടുതലായി ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ആരെന്ത് പറഞ്ഞാലും എന്ത് പറയണം, എന്ത് ചെയ്യണം എന്ന് വ്യക്തമായി ഒരവസരം കിട്ടുമ്പോൾ അത് പ്രകടിപ്പിക്കേണ്ടത് ആ വ്യക്തിയുടെ തീരുമാനമാണ് എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഒരു വ്യക്തി എന്ന് പറയുന്നത്, പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്താണ്. ആ വ്യക്തിക്ക് വേണ്ടത് അടുക്കും ചിട്ടയാണ്, ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ പഠിപ്പിച്ചു തന്ന് കമ്മിറ്റഡായി ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ നേരിടാൻ കൈപ്പിടിച്ചുയർത്തിയ ഗുരുനാഥനാണ് എൻ്റെ സന്തോഷ് സാർ. അത് അദ്ദേഹത്തിനോടുള്ള കടപ്പാടും സ്നേഹവും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഈ അവസരത്തിൽ ഒന്നും കൂടെ പറഞ്ഞുകൊണ്ടും, നമ്മുടെ ഇത് സ്പെഷ്യൽ എന്ന് പറയുന്ന പ്രസ്ഥാനം മുമ്പിരിക്കുന്ന കുട്ടികളും എന്നെ പോലെയുള്ളവരെ
വളർത്തിയെടുത്തതുപോലെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ആയിരക്കണക്കിന് 10,000 കണക്കിന് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു ഡീംഡ് കോളേജായിട്ടോ യൂണിവേഴ്സിറ്റി ആയിട്ടോ മാറട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. There's one more special address by Dr. B. Rajendran, Principal, please. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. ബഹുമാന്യനായ അധ്യക്ഷൻ, ഏറെ ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി, എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട സന്തോഷ് സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം. നമുക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷ് സാർ എന്ന് പറയുന്നത് സുഹൃത്താണ്, അധ്യാപകനാണ്, രക്ഷകർത്താവാണ്, ഉപദേശിയാണ്. ആ സന്തോഷ് സാറിനും നമ്മുടെ കുടുംബമായി നിൽക്കുന്ന ദി ലാ ട്രസ്റ്റിനും ഇനി വരും വർഷങ്ങളിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. The birthdays are sweet, but those one were sweeter. Sweeter is yet to come. We are moving something special. Some office bearers of the Law Trust extended outstanding service to their trust, and they bade farewell in their journey of life. To fondle their fond memory, commemorative award is going to be given to rank holders. For the same purpose, let me invite the indefatigable element, man of golden touch, the oxygenating spirit of Law Trust, Advocate Santosh Kumar. Sir, please come and deliver the commemorative address. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ സെമിനാറിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ട്രസ്റ്റിലും നമ്മളോടൊപ്പം തോളോട് തോൾ നിന്ന് നമ്മുടെ ട്രസ്റ്റിൻ്റെ ജീവനായി പ്രവർത്തിച്ചു വന്ന മരണപ്പെട്ടു പോയ നമ്മളിലുള്ളവരെ സ്മരിക്കുക ഒരു അവസരം ഞാൻ എടുക്കുകയാണ്. ആ സ്മരണ എന്നും നിലനിൽക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ട്രസ്റ്റിൽ പഠിച്ച ഉന്നതമായ റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി പുരസ്കാരം നൽകുകയാണ്. അപ്പോൾ അതിന് നമ്മുടെ കഴക്കൂട്ടം നാരായണൻ സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതില്ല. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് മെമ്പറാണ്. അപ്പോൾ എപ്പോഴും ഉപദേശങ്ങളൊക്കെ നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എവിഡൻസ് ആക്ട് തുടങ്ങി ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഉടനീളം ക്ലാസ്സുകൾ നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. അതുപോലെ ചന്ദ്രൻ സാർ, നമ്മുടെ ആദ്യകാല ട്രഷററായിരുന്നു ചന്ദ്രൻ സാർ നമ്മളെ വേർപെട്ടു പോയി. മുരളി സാർ ട്രസ്റ്റിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആരംഭത്തിൻ്റെ ചുക്കാൻ പിടിച്ചത് മുരളി സാറെ. ആലപ്പുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്. തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ അദ്ദേഹം അഭിഭാഷകനായിരുന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി PS അച്യുതാനന്ദൻ അവരുടെ ദീർഘകാലം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളി സാറിൻ്റെ ഓർമ്മ. അതുപോലെ നമ്മുടെ അജന്തരി, നെയ്യാറ്റിൻകര ബാറിലെ അഭിഭാഷകയായിരുന്ന അജന്തരി പത്മകുമാർ, അദ്ദേഹം ലണ്ടനിലായിരുന്നു, ഞങ്ങളുടെ പ്രിയ സുഹൃത്തും അതുപോലെ എൻ്റെ നമ്മുടെ വിദ്യാർത്ഥിയും അതുപോലെ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ആദ്യകാല മെമ്പറുമായിരുന്ന പത്മകുമാറിൻ്റെ മരണം. അതുപോലെ ഭവാനി അമ്മ,
അമ്മിണിയമ്മ, കൃഷ്ണമ്മ നമ്മുടെ ഷിജുവിൻ്റെ അമ്മയാണ്, മെമ്പറുമാണ് നമ്മുടെ ഈ കേരള ലാ അക്കാഡമിയിലെ വിദ്യാർത്ഥിയായിരുന്ന മരണപ്പെട്ടുപോയി. ട്രസ്റ്റ് മെമ്പറായിരുന്ന ശശി ശേഖരൻ നായർ, വിജയമ്മ നമ്മുടെ അനിലിൻ്റെ അമ്മ, നമ്മുടെ ട്രസ്റ്റ് അംഗമായിരുന്നു. അഹമ്മദ് കണ്ണ, അദ്ദേഹം നമ്മുടെ സിവിൽ ജഡ്ജി. അർഷദ് ഖാൻ്റെ പിതാവാണ്, അദ്ദേഹവും ട്രസ്റ്റ് മെമ്പറായിരുന്നു. വിമല ബാലു, അതുപോലെ കുടുംബത്തെ പ്രശസ്തനായിരുന്ന അഭിഭാഷകൻ ഹൈക്കോടതിയിലെ ഹസൻ, അവരുടെ അതുപോലെ ഭാസ്, നമ്മുടെ ആദ്യകാല സ്റ്റുഡൻറ് ആക്ടിങ്ങിൽ ബാറിലെ അഭിഭാഷകനായിരുന്ന ഭാസി, ഇവരൊക്കെ വിട്ടുപോയി. അതുപോലെ നമുക്കറിയാതെ പലരും നമ്മുടെ കൂട്ടത്തിലുള്ളവർ വേർതിരിച്ചു പോയി. അവരുടെ സ്മരണ നമ്മൾ പുതുക്കുകയാണ്. അവരുടെ സ്മരണയ്ക്കായി ഉന്നത റാങ്കുകൾ നേടിയ നമ്മളിവിടെ പഠിച്ചത്, അതുപോലെ ഇവിടെ ട്രസ്റ്റ് മെമ്പേഴ്സായി PhD നേടിയിട്ടുള്ള അവർക്ക് ഉപഹാരങ്ങൾ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജി ശ്രീ നഗരേഷ് സാറിനെ ഞാൻ ക്ഷണിച്ചു. പേര് വിളിക്കുന്ന അവാർഡിന് അർഹരായവർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വന്ന് അവാർഡ് അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന എസ് അജിത്രിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായിട്ടുള്ളത് LLM എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് അമൃത രവി. അടുത്തതായി ലോ ട്രസ്റ്റിന്റെ മുൻ ട്രഷററായിരുന്ന അഡ്വക്കേറ്റ് പി ചന്ദ്രൻ അവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായിരിക്കുന്നത് അഡ്വക്കേറ്റ് ആര്യ MA. ഇന്റഗ്രേറ്റഡ് 5-year BA LLB കോഴ്സിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ആര്യ MA. അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് കെ പത്മകുമാറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായിരിക്കുന്നു അഡ്വക്കേറ്റ് ശാന്തിനി SR. LLM എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ശാന്തിനി SR. അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് PT മുരളീധരന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായിരിക്കുന്നത് അഡ്വക്കേറ്റ് K കൈലാസ് നാഥ്. ഇന്റഗ്രേറ്റഡ് 5-year BCom LLB ഫിഫ്ത്ത് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് K കൈലാസ് നാഥ്. അടുത്തത് ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി ഭവാനിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹനായിരിക്കുന്നത് ബിനു D. യൂണിറ്ററി LLB എക്സാമിൽ 7th റാങ്ക് ബിനു D. അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി അമ്മണി അമ്മയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായിരിക്കുന്നത് അഡ്വക്കേറ്റ് ശ്രീയുക്ത S. LLM എക്സാമിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ശ്രീയുക്ത S. LLB ഫസ്റ്റ് റാങ്ക്. ശ്രീയുക്ത LLBക്കും ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്നു. അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന S. കൃഷ്ണമ്മയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് അർഹയായിരിക്കുന്നത് സ്നേഹ B. MA ഫിലോസഫി എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ സ്നേഹ B. അദ്വൈത് S.ന്റെ സ്മരണാർത്ഥം LLM-ന് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ഗൗതം വിശ്വം. ഗൗതം വിശ്വം സ്ഥലത്തില്ല. ഗൗതം വിശ്വന് വേണ്ടി പേരൻസ് അവാർഡ് ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ട്രസ്റ്റ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് ശശിശേഖരൻ നായരുടെ സ്മരണാർത്ഥം
BGD GST എക്സാമിനേഷനിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് അർച്ചന സി പിള്ളെ. അടുത്തത് ട്രസ്റ്റ് മെമ്പറായിരുന്ന കമലാക്ഷി ടീച്ചറുടെ സ്മരണാർത്ഥം കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് കരസ്ഥമാക്കിയ ലീനാകുമാരി BG. എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡാണ് കിട്ടിയത്. LLBക്ക് ഫസ്റ്റ് റാങ്ക് അധ്യാപിക. അടുത്തത് ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി ടി വിജയമയുടെ സ്മരണാർത്ഥം PhD ഇൻ ലോ കരസ്ഥമാക്കിയ ഡോക്ടർ രമാദേവി BM. ഡോക്ടർ രമാദേവി BM. അടുത്തത് ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീ അഹമ്മദ് കണ്ണിന്റെ സ്മരണാർത്ഥം PhD ഇൻ ലോ കരസ്ഥമാക്കിയ ഡോക്ടർ വിജയകുമാർ BS. ഡോക്ടർ വിജയകുമാർ BM. അടുത്തത് ട്രസ്റ്റ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് വിമല രാജഭാനുവിന്റെ സ്മരണാർത്ഥം PhD ഇൻ ഫിലോസഫി കരസ്ഥമാക്കിയ ഡോക്ടർ കനകശുഭ S. ഡോക്ടർ കനകശുഭ S.നെ ആദരിക്കുന്നു. അടുത്തതായി പ്രസ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് KA ഹസന്റെ സ്മരണാർത്ഥം PhD ഇൻ മാനേജ്മെന്റ് ഇൻ സ്പോർട്സ് ലീഡർഷിപ്പ് PhD കരസ്ഥമാക്കിയ ഡോക്ടർ സറഫ് എ കൽപ്പാലൻ. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. Really, it's a glorious event. All who that visit Athens cannot become Socrates. All those who possess the name Edinburgh cannot become princes. All those who write something cannot become Shakespeare. Accordingly, one who speaks about law cannot become a real lawyer. A real lawyer is one who is committed to uplifting the poor, serving under the downtrodden and the disadvantaged. Ladies and gentlemen, you are going to listen to paper presentation on Justice V.R. Krishnaiyer on autonomy of press, going to be eminent advocates and law students. For the same purpose, let me invite Advocate J. Krishnan, Chairman, Seminar Committee Doctors, to be the moderator. എല്ലാവർക്കും നമസ്കാരം. നമ്മളിനി അക്കാഡമിക് പേപ്പർ പ്രസൻറ്റേഷനിൽ പോവുകയാണ്. സമയക്കുറവ് കാരണം വേറുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയാണ്. വൺ തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ, നമ്മൾ എന്തിന് ഈ സെമിനാർ നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ കേട്ടതുപോലെയാണ്, ശ്രീ കൃഷ്ണയ്യർ വെറും ഒരു ജഡ്ജല്ല. നമ്മളൊരു ലോ അറിയാവുന്ന ആളെന്നുള്ള അർത്ഥത്തിലല്ല കൃഷ്ണയ്യറിനെ കുറിച്ച് മെമ്പർ ഈ പേപ്പേഴ്സ് അവതരിപ്പിക്കുന്നതോ പഠിക്കുന്നതോ. ഹി അണ്ടർസ്റ്റാൻഡ്സ് ദ ഫിലോസഫി ഓഫ് ദ ലോ, നോട്ട് ജസ്റ്റ് ലോ. ഇപ്പം ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന സെക്ഷനിൽ എന്ത് പറയുന്നു അത് നമുക്ക് പെട്ടെന്ന് പഠിക്കും. പക്ഷേ സുപ്രീം കോടതി ലെവലിലിരുന്ന് ഇന്നും നമ്മളോട് സംസാരിക്കുന്ന ഒരു ഫിലോസഫർ ഓഫ് ദ ലോ ആണ് കൃഷ്ണൻ. സോ അദ്ദേഹത്തിൻ്റെ എനി സബ്ജക്ട് യു ടേക്ക്, ഹി വിൽ ഹാവ് റിട്ടൺ സം ജഡ്ജ്മെൻറ്റ് ഓർ സം ആർട്ടിക്കിൾ. സോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ സെമിനാർ നടത്തുന്നത്. ആൻഡ് റിമെമ്പർ, ഹി ലിവ്ഡ് ഇൻ എ ടൈം ബിഫോർ ഇൻ്റർനെറ്റ് ഓർ ഗൂഗിൾ. ഇന്നത്തെ പോലെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു കാര്യം കിട്ടുന്നില്ല. അന്ന് ഇത്രയും ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഓണറിൽ നമ്മൾ ഈ സെമിനാർസ് നടത്തുന്നത്. സോ ഇന്ന് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ 14 പേരുണ്ട്. ഓരോരുത്തർക്കും 4 minutes എക്സാക്റ്റ് ആയിട്ടാണ് തരുന്നത്. ബിക്കോസ് നെക്സ്റ്റ് സെഷനുള്ള VIP അറേഞ്ച്മെൻറ്റ്സ് കാരണമാണ്. സോ ഐ ഇൻവൈറ്റ് അഡ്വക്കേറ്റ് ആബീസ് ഷെൽഫി ടു പ്രസൻറ്റ് ദ ഫസ്റ്റ് പേപ്പർ. ഷീസ് an advocate ഫ്രം തൊടുപുഴ. ടൈമിംഗ് കൃത്യമായിട്ട് നോക്കുന്നു. Let me begin my presentation with a quote. This freedom is essential because the censorial power lies in between people over and against the government and not in with the government over and against the people.
This was a famous quote said by Justice V.R. Krishna Iyer. Through this quote, he encapsulates his unwavering commitments towards the freedom of speech and expression. He also considered it as a fundamental right in a democracy. Good afternoon, esteemed judges and esteemed guests and judges of the panel and people who are present here. I am Abi Shelfi, an LLM student. It is my privilege to present a paper on V.R. Krishna Iyer's vision on press autonomy. Through this discussion, we are going to discuss about his aim and visions on the autonomy of press, and he also believed that the freedom of press is essential to maintain the democracy, and the press is acting as an eye towards the people. The next presentation is by Advocate Swati P.S. from the Kotan Bar. ഡോക്ടർ രമാദേവി ബി എല്ലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസ് മെമ്പറായിരുന്ന ശ്രീമതി വിജയമയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ രമാദേവി ബി എൽ PhD in Law. Ladies and gentlemen, esteemed participants and honored guests, myself Swati P.S. presenting the paper titled Autonomy of the Fourth Estate's Insights from Justice V.R. Krishna Iyer. It's an honor to stand before you today to discuss the profound legacy of judicial luminary Justice V.R. Krishna Iyer and his commitment towards social liberties and human rights. We all know that he was a visionary who believed in transformative power of law to bring about a positive change in the society. So, as I have said in my title, the Fourth Estate. The word Fourth Estate was actually popularized in 18th century by Edmund Burke. But in India, it was Justice V.R. Krishna Iyer who has popularized the term to mean the word press. So, it serves as a powerful in the context how the government to control which newspaper would have more circulation impacting the speech and press. The next one is Alipur conspiracy case. This case is example of how the government used the legal proceedings to suppress political expression and maintain control over public opinion. Next paper will be by Advocate Dhruva PC from Thrissur. Good afternoon everyone, myself Dhruva, I am coming from Thrissur, I am a law graduate. So, press is the sentinel of democracy by V.R. Krishna Iyer. Today, I will share V.R. Krishna Iyer's view on press autonomy. We will explore his judicial decision, writing and legacy. So, V.R. Krishna Iyer was a renowned Indian judge, legal scholar and a human rights activist. His contribution to Indian jurisprudence is immense and far-reaching. He advocated for judicial activism and encouraged public interest litigation. He delivered several landmark judgments that expanded the scope of press freedom and protected journalist rights in India. Media plays a crucial role in shaping democratic structure. It ensures that citizens are informed about governmental action and societal issues. In India, without free press, public cannot make educated decisions and hold leaders accountable. Justice V.R. Krishna Iyer's judgments and writings have significantly shaped press autonomy in India and expanded the ambit of Article 19(1)(a). So what is press autonomy? Autonomy of press refers to the media's ability to operate freely without governmental or external pressure to provide unbiased and accurate information to public. So, V.R. Krishna Iyer's contribution to press freedom in India are unparalleled. Going through the key judgments in Indian Express newspaper Private Limited versus Union of India. In this case, Indian Express newspaper challenged the Union of India's decision to impose custom duty on newsprint imports, alleging it was an indirect censorship attempt. The Supreme Court ruled in favor of Indian Express, holding that freedom of press is an essential component of Article 19(1)(a) of Indian Constitution. Imposing custom duty on newsprint import constitutes indirect censorship. Government interference in press operation is unconstitutional. In this case, V.R. Krishna Iyer's majority of opinion was that custom duty on newsprint import is a disguised form of censorship.
Freedom of press is the heart of the social and political commentary, and newsprint is the lifeblood of newspaper. This judgment paved way for the development of V.R. Krishna Iyer's principle of press autonomy, which include freedom from governmental control. Next paper will be by Advocate Jyoti Nair from Alabama. Good afternoon, Honorable Justice, esteemed judges, Secretary, Chairperson, distinguished guests, and my dear colleagues. It's an honor to present before you today a summary on Justice V.R. Krishna Iyer's contribution to press autonomy. Justice Iyer, a distinguished judge of the Supreme Court of India, is best known for his work in criminal law, human rights, and social justice. However, his views on press freedom and autonomy are often overlooked. Yet, these views are vital to understanding the role of press in democratic society. Iyer viewed the press as the fourth estate, an essential pillar of democracy alongside the executive, legislature, and judiciary. For him, the press was not just a source of news, but an instrument of democratic accountability. In his landmark judgment in the state of Rajasthan versus Union of India, 1977, he emphasized that a free press is crucial for holding the government accountable and ensuring transparency in public life. He believed the press is the eyes and ears of the people, ensuring that the public is informed about the governmental actions. Good afternoon, distinguished guests, esteemed panelists, and my dear colleagues. I, Rex Dragon Joseph, feel immense honor and privilege to stand before you today to present my paper on a topic that holds profound significance in a democratic framework. Justice V.R. Krishna Iyer on the autonomy on the press. Justice Vaidyanathapuram Brahma Iyer Krishna Iyer was born in 1950, was one of the India's most influential Supreme Court judges, known for his dedication to social justice, human rights, and democratic values. Justice Iyer's contribution to Indian jurisprudence had a profound impact, especially on the autonomy of press. This presentation will cover Justice Krishna Iyer's philosophy on press autonomy, landmark judgments, media ethics, press perspective, and the legacy he left behind. He emphasized the press as the fourth estate and a vital pillar of democracy. He believed press autonomy is crucial for exposing corruption, promoting transparency, and enabling public debate. Justice Krishna Iyer's judgments were often innovative, forward-looking, and focused on human rights. In this judicial pronouncement, he consistently advocated for an independent press. Sakal People's Limited versus Union of Government, the Supreme Court struck down restrictions on newspaper page limits, deeming them unconstitutional. Though predating his tenure, Justice Krishna Iyer often cited this case to highlight how government regulation that hinder press function infringe on fundamental rights. Bennett Coleman and Co. versus Union of India, the Supreme Court affirmed that press freedom includes the right to disseminate information without interference. Justice Krishna Iyer supported this precedent, which limited government control over media and reinforced press autonomy, a principle he later expanded in his rulings. It's Samyukta S. Raj from Toronto. Please keep the time. A warm good afternoon to one and all present here. Respected eminent judges, dear students, and my colleagues. It's been a real honor and a privilege to stand before you here, and I am Samyukta S. Raj, and I'd like to present a view of India's most respected jurist and a champion of marginalized and a creator of justice. This is none other than Justice V.R. Krishna Iyer on autonomy of press. I would like to start with saying a few lines of Rabindranath Tagore. The poem says that where a mind is without fear and our head is held high, where there is knowledge is free and where a mind is led forwarded by the theory of ever-widening thought and actions, in that heaven of freedom, my country will awake. We know that India's press is having a long history being a pillar of democracy, perhaps a fourth pillar. And Justice V.R. Krishna Iyer, who is known as the Bhishma Pitamaha of Indian judiciary and the person who rescued the Supreme Court from the supreme shame,
says that press play a critical role in safeguarding the democracy by governing or by having a check on the government action, also ensure that public is informed. He also says that the press is so essential that the censorial power of the people lies against and over the government rather than on the government over and against the people. The freedom of press is so essential that it will ensure the political liberty. And the Supreme Court in the case New India Express vs. Union of India also stated that the liberty of press is an art of government, so that it is specifically in every democracy, and also it is also the play the role of public educator. As we all know, our Indian Constitution doesn't specifically provide for a provision for freedom of press, but it is ensured by the judicial verdict and the speech of Dr. B.R. Ambedkar of the Constitution Assembly that freedom of press has been ensured under Article 19, Clause 1, Clause A. And the objective part of the Constitution, that is the preamble, also says that, also declares that the liberty along with several other freedoms like thought and expression, which assures that it has been given to the people. And these assurances has been envisaged and explicitly managed in the Article 19, Clause 1, Clause A. But such significant level of enjoyment should be in a reasonable restricted manner, which means that the freedom of press makes sure and ensure that it is not against the national integrity, also public morality, defamation or contempt of court. നമ്മുടെ ബാർ കൗൺസിൽ മെമ്പർ ആലിയ ഷാജി വന്നിട്ടുണ്ട്. നമ്മുടെ മുൻ ബാർ കൗൺസിൽ മെമ്പർ നമ്മുടെ ക്ഷമിക്കണം സാർ, ഓപ്പറേഷൻ സാർ വന്നിട്ടുണ്ട്, ഇംതിയാസ് സാർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും സ്വാഗതം പറയുകയാണ്. പിന്നെ ഒരു അവസരം തരണം. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച, ട്യൂഷൻ പഠിപ്പിച്ച രാജ്യത്ത് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷാർ അവസരം. will be presented by Dr. J.S. Jahangir from Trivandrum. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्. In this sloka, Sri Lord Krishna assures his presence where and when there is a decline in justice. Imbibing the true spirit of the sloka from the Bhagavad Gita, Justice V.R. Krishna Iyer, the veteran connoisseur of jurisprudence, is an incarnation of justice and true judiciary. Honorable Justices, illustrious members of legal fraternity, fellow scholars, invited guests, ladies and gentlemen, a warm good afternoon to everybody. I consider it as a singular privilege to be a part of the renowned V.R. Krishna Iyer Award 2024 ceremony, particularly when it is held in an iconic landmark of Lord Anantapadmanabha. Before I get down to the brass tacks, I would like to seize this opportunity to express my sincere gratitude to my beloved Guru, Advocate Santosh Sir, and the team, the Law Trust, for having given me this opportunity to present a paper on the topic V.R. Krishna Iyer and the autonomy of the press. Martin Luther King Jr. observed that injustice anywhere is a threat to justice everywhere. In this juncture, it is not a perfunctory embellishment to state that Justice V.R. Krishna Iyer was a relentless sentinel of social justice and dignity of individuals. In legal parlance, Justice V.R. Krishna Iyer was the vox populi of his times, no matter which social group the people are associated with. Therefore, freedom of the press
is inextricably linked to the tenets of democracy. Autonomy of the press was not a constitutional privilege alone for Justice Iyer. Instead, he considered it as a powerful tool to materialize social justice and freedom of individuals. He vehemently defended the right to access information and to report on legal proceedings for the press. This guarantees transparency of judiciary and public accountability. Article 19, Clause 2 of the Constitution of India underscores and testifies this argument. His firm contention is that the press is the cornerstone of democracy and they are mutually reinforcing and supportive. The press should always serve as a whistleblower. They should not be governed by the political parties, instead by the sacred constitution. The survival of the press is the survival of democracy. A fair and balanced analysis of a judgment and criticism of the judges without tarnishing the sanctity and impartiality of the judicial system is indeed a reasonable right. So this is the end of the presentation. All presented well. Everybody proved that nobody is secondary in body. However, 3 winners that should be announced after short while. Now we are going to call out the names of the participants. Please come forward and collect the certificates, which shall be issued by the Chairman of our Council and the Attorney General. Thank you. ഹലോ, പേര് വിളിക്കുന്നവർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരിക. അഡ്വക്കേറ്റ് ആബിസ് ഷെൽഫി. സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ബാർ കൗൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് GS സജിത്ത് അവരെ ക്ഷണിക്കുന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് സ്വാതി PS, അഡ്വക്കേറ്റ് ധ്രുവ PC, അഡ്വക്കേറ്റ് ജ്യോതി നായർ, അഡ്വക്കേറ്റ് റെക്സ് ജോവാക്കിം ജോസഫ്, അഡ്വക്കേറ്റ് സംയുക്ത S രാജ്, ഡോക്ടർ JS ജഹാംഗീർ, അഡ്വക്കേറ്റ് മിട്ടു MP ജോസ്, അഡ്വക്കേറ്റ് അതിഷ P അലക്സാണ്ടർ, അഡ്വക്കേറ്റ് ഹഫ്സ S അഷ്റഫ്, അഡ്വക്കേറ്റ് മൈഥിലി RS, അഡ്വക്കേറ്റ് പാർവതി J നായർ, അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം, അഡ്വക്കേറ്റ് അശ്വിൻ അശോക്, അഡ്വക്കേറ്റ് ഷിൻഡോ എഡ്വിൻ, അഡ്വക്കേറ്റ് രേഷ്മ S ശ്രീകുമാർ, അഡ്വക്കേറ്റ് നിർവൃതി പ്രസന്നൻ, അഡ്വക്കേറ്റ് ആര്യ MA, അഡ്വക്കേറ്റ് ഋതു മറിയം എൽദോസ്, അഡ്വക്കേറ്റ് കൃഷ്ണപ്രിയ PS, അഡ്വക്കേറ്റ് മിനിമോൾ TR, അഡ്വക്കേറ്റ് ദ്രൗപദി അരവിന്ദ്, അഡ്വക്കേറ്റ് അനുഷ്മ K, അഡ്വക്കേറ്റ് സൗമ്യ രാജഗോപാൽ, അഡ്വക്കേറ്റ് അനഘ PS, അഡ്വക്കേറ്റ് മനു കൃഷ്ണ SK, അലൻ പ്രിൻസ്. റെഡ് കളർ സ്വിഫ്റ്റ് 2125 നമ്പറിലെ റെഡ് കളർ സ്വിഫ്റ്റ് ദയവായി അവിടുന്ന് മാറ്റിയിടേണ്ടതാണ്. Thank you very much for the powerful cooperation in making this function a grand success. Now concluding remarks and what of thanks God, Advocate K. Krishnan. സമയക്കുറവ് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. ആദ്യമായി അധ്യക്ഷനായിരുന്ന ഡോക്ടർ കൃഷ്ണകുമാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം ചെയ്ത ഓണറബിൾ ജസ്റ്റിസ് നഗരേഷ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഫെലിസിറ്റേഷൻസ് നൽകിയ ഡോക്ടർ A. ഷറഫ് ആൻഡ് ഡോക്ടർ P. രാജേന്ദ്രൻ രണ്ടുപേർക്കും നന്ദി.
രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമുക്ക് വെൽക്കം സ്പീച്ച് പറഞ്ഞ ശ്രീ അജിത്, അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ലോട്ടസിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് വർക്ക് ചെയ്ത അഡ്വക്കേറ്റ് പ്രേം, അഡ്വക്കേറ്റ് മനു, അഡ്വക്കേറ്റ് ഷമീം, ഏറ്റവും ഉപരി നമ്മുടെ എല്ലാ ഗുരുനാഥനും സ്നേഹത്തിൻ്റെ എല്ലാ ഒരുപാടുമായ സന്തോഷ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. LLM എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ അഡ്വക്കേറ്റ് ഗൗതം വിശ്വത്തിന് വേണ്ടി ഗൗതം വിശ്വത്തിൻ്റെ പേരന്റ് ഉപഹാരം ഏറ്റുവാങ്ങി. അത് മരിറ്റൈൻ മാൻ എന്നറിയപ്പെടുന്ന നാട് വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ മകന് പ്രസിഡന്റ് കിട്ടിയത്. മരിറ്റൈൻ ലൈനിലാണ് പ്രസിഡന്റ് കിട്ടിയത്. ഇത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. ഇന്ത്യ മെമ്പർ So this is the end of the first session. Now the award conferring ceremony shall start at 5 p.m. If you extended paper preparation, please continue the same. Thank you once again.